കേരള സ്റ്റോറി എന്ന ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില പള്ളികളിൽ, ചില ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു, അതിനോടനുബന്ധിച്ചായിരുന്നു ഈ കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിച്ചത്. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയിലും കേരള സ്റ്റോറി, താമരശ്ശേരി തലശ്ശേരി രൂപതകളിലും കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചു. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലെ കുടുംബ കൂട്ടായ്മയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ ചിത്രം പ്രദർശിപ്പിച്ചത്. തലശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. KCYMന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിലും താമരശ്ശേരിയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് ഒരു മതപരമായ വിഷയമായിട്ടല്ല കേരളത്തിലെ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഇതിനെ കാണുന്നത്. ഒരു സാമൂഹ്യ വിഷയമാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ പ്രണയചതികളിൽ പെടുന്നുണ്ട്, പ്രണയക്കെണിയിൽ വീഴുന്നുണ്ട്. നേരത്തെ തന്നെ സഭ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയതാണ്. പിന്നീടത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. ആ തരത്തിലൊക്കെ വലിയ വിവാദമായി മാറിയപ്പോൾ പിന്നീട് ഈ വിഷയത്തിന്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇത് ചർച്ചയായി മാറുമ്പോൾ സഭ ഇപ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കൂടുതൽ രൂപതകൾ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വരികയല്ലേ നവമി? കൂടുതൽ രൂപതകൾ ഈ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് താമരശ്ശേരി രൂപത ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഈ സിനിമ. നിരോധിച്ച സിനിമ അല്ലാത്തതിനാൽ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അവരുടെ വിശദീകരണം. അതോടൊപ്പം തന്നെ ഇടുക്കി അതിരൂപത പറയുന്നത് സിനിമ പ്രദർശിപ്പിച്ചതിൽ ഇടുക്കി അതിരൂപതയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അജണ്ട വെച്ചുള്ള പ്രണയങ്ങൾക്കെതിരെ ഉള്ള ബോധവൽക്കരണം അത് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ സൺഡേ ക്ലാസുകളിൽ ഇത്തരത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഈ മതപരിവർത്തനം ലക്ഷ്യപ്പെട്ടുള്ള പ്രണയങ്ങളെയൊക്കെ നമ്മൾ എതിർക്കണം. അത് ഈ സിനിമ, ഈ കേരള സ്റ്റോറി തന്നെ പറയുന്നത് ഈ IS പോകുന്ന, അതായത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പരിവർത്തനപ്പെടുത്തി മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി അതിനുശേഷം IS കൊണ്ടുപോയി തീവ്രവാദത്തിന് ചാവേറായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രമേയമാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് വിവാദമാകാൻ കാരണം കേരളത്തിൽ ഇങ്ങനെയാണ് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രണയം നടിച്ചു കൊണ്ടുപോയി തീവ്രവാദത്തിന് ഒരു മതവിഭാഗം പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളൊരു വിവാദമാണ് ഈ സിനിമയെ ഇത്രയേറെ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചത്. പക്ഷേ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കരുതെന്നടക്കമുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ക്രൈസ്തവ ഈ സൺഡേ ക്ലാസുകളിലടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇടുക്കി രൂപതയിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു വിശദീകരണം, 320-ലധികം കുട്ടികളെ ഇത്തരത്തിൽ പ്രണയക്കെണിയിൽ നിന്നും താമരശ്ശേരി രൂപത രക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമാ പ്രദർശനം മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്നും ഇതിനോടകം തന്നെ രൂപത വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എങ്കിൽ പോലും ഇത് വലിയൊരു ചർച്ചയിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെയാണ് വഴി വെച്ചിരിക്കുന്നത്. ഈ സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകനാക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ഇത്തരം ഈ സിനിമ പ്രദർശിപ്പിച്ചതിൽ അഭിനന്ദനം അർഹിക്കുന്നു എന്നും താമരശ്ശേരി KCYM അറിയിക്കുകയും ചെയ്തു. എന്തായാലും ടോം, ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമാണ് നിലനിൽക്കുന്നത്. ദൂരദർശനിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമ സംപ്രേഷണം ചെയ്തു എന്നറിഞ്ഞത് മുതൽ തന്നെ വലിയൊരു വിവാദമുണ്ടായിരുന്നു. ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം, സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന്. പിന്നീട് ആ സിനിമ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ പെൺകുട്ടികൾ, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ ആന്റണി വടക്കേക്കരയുടെയും അതോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ചാക്കോ കാളാമ്പറമ്പിന്റെയും പ്രതികരണം വന്നിരുന്നു. ഇത് ഇടുക്കി രൂപതയെ ചെയ്തത് എന്തോ വലിയ തെറ്റാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ഇടുക്കി രൂപത ഒരു ബോധവൽക്കരണമാണ് നൽകിയതെന്നാണ് സീറോ മലബാർ സഭയുടെ വിശദീകരണം. അതോടൊപ്പം ഈ സെൻസർ ബോർഡ്
അംഗീകരിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ സിനിമ കാണാൻ പാടില്ലെന്ന് പറയുന്നത് സങ്കുചിത ചിന്താഗതിയുള്ളവരാണെന്നാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസും വ്യക്തമാക്കിയത്. ഇരുവരുടെയും പ്രതികരണത്തിലേക്ക്. സിനിമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 15, 16, 17 വയസ്സുകളുള്ള കുട്ടികളെ കാണിച്ചത്. കരിക്കുലത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബുക്ക്ലെറ്റിന്റെ പ്രധാന പ്രമേയം തന്നെ പ്രണയം എന്നതാണ്. പലതരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചും സ്നേഹബന്ധങ്ങളെക്കുറിച്ചും ടീനേജേഴ്സിനെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രേമബന്ധങ്ങളെക്കുറിച്ചും അതിലെ ചതിക്കുഴികളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ബോധനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടീനേജേഴ്സിനുണ്ടാകേണ്ട ജാഗ്രതയാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്നത് വളരെ വ്യക്തമാണ്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമ ടീനേജേഴ്സ് വിദ്യാർത്ഥികളെ കാണിച്ചത്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം ചെയ്തതും പഠിപ്പിച്ചതുമായ ഒരു കാര്യമാണിത്. സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇത്തരം സംഘടിതമായ നീക്കം ഇല്ല എന്നും ഒരു ചെറു തീവ്രവാദി സംഘമാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ഒരു സിനിമ കാണുന്നത് നമ്മുടെ വായിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് തരുന്നൊരു ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു വർഷക്കാലം പ്രദർശനം നടത്തിയ സിനിമ ഇവിടെയുള്ള കുറച്ചുപേർ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് ആർക്കും നിഷേധിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമല്ലല്ലോ. അപ്പൊ ഇപ്പോൾ ഇത് ഉയർത്തെഴുന്നേറ്റത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഇത്തരത്തിലുള്ള ഒരു വിവാദമുണ്ടാക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇരുവരുടെ സീറോ മലബാർ സഭയുടെ വക്താവിന്റെ അടക്കം പ്രസ്താവനകൾ പരിശോധിച്ചു നോക്കിയാൽ സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വീണ്ടും കൂടുതൽ രൂപതകളിൽ, കൂടുതൽ പള്ളികളിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നും തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് നവമി? അതെ, തീർച്ചയായും ടോം. കൂടുതൽ സഭകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കും. കാരണം പെൺകുട്ടികളിൽ ഇതിന്റെ ഒരു കെണി, ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി അല്ലെങ്കിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ സിനിമ തീർച്ചയായും പ്രദർശിപ്പിക്കും. ഇവർ കുട്ടികൾ ഇത് കാണേണ്ട ഒരു സിനിമയാണെന്നുള്ളൊരു സന്ദേശമാണ് ഇതിനോടകം തന്നെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു അതിരൂപതയോ അല്ലെങ്കിൽ ആരെയും തന്നെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് സർക്കാർ അല്ലെങ്കിൽ ഇതൊരു സെൻസർ ബോർഡ് അംഗീകരിച്ച നിരോധന വിലക്കില്ലാത്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് തടസ്സം അല്ലെങ്കിൽ എന്താണ് ഇത്രയും വിവാദമാകേണ്ടതെന്നൊരു ചോദ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഇടുക്കിക്കും താമരശ്ശേരിക്കും പുറമെ തലശ്ശേരിയിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയേറെ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലും ഈ സിനിമ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല. എല്ലാ ക്ലാസ്സുകളും, അതായത് സൺഡേ ക്ലാസ്സുകളിൽ ഈ പെൺകുട്ടികൾ വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ട് എന്ന നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസും ഉള്ളത്. ഇത് സംബന്ധിച്ച് ആ നിലപാടിൽ, മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ നേരത്തെ ന്യൂസ് 8നോട് വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ രൂപതകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. KCYM, അതായത് കത്തോലിക്ക സഭയിലെ, സീറോ മലബാർ സഭയിലെ യുവജന സംഘടനയായിട്ടുള്ള KCYM ആണ് ഈ ചിത്രം വിവിധ പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സ്പോട്ട് ലൈവ്.